കന്നി അംഗത്തിൽ കോൺഗ്രസിന്റെ കോട്ട കീഴടക്കി കോർപ്പറേഷൻ കൗൺസിലറായ നവ്യ ഹരിദാസ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ CPMന്റെ ചെങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി മുന്നേറുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരു മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റും 3 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കാരപ്പറമ്പ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറുമായ നവ്യ ഹരിദാസ് പ്രചാരണ രംഗത്തുള്ളത്. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുത്തിയാട്, മാവൂർ റോഡ്, ചക്കോരത്തുകുളം, പാറോപ്പടി, സിവിൽ സ്റ്റേഷൻ, ചേവരമ്പലം എന്നീ 7 ഡിവിഷനുകളിൽ BJPക്കുണ്ടായ വിജയവും മറ്റ് 6 വാർഡുകളിൽ ചുരുങ്ങിയ വോട്ടുകൾക്ക് രണ്ടാമതെത്തിയതും നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് നവ്യയുടെ മുന്നേറ്റം. ആകെയുള്ള 32 വാർഡുകളിൽ ഭൂരിഭാഗം വാർഡുകളിലും മറ്റ് മുന്നണികൾക്ക് ലഭിച്ച വോട്ടിനൊപ്പം BJPക്ക് മുന്നേറാനായതും മണ്ഡലത്തിന്റെ ജാതകം തിരുത്തി കുറിക്കുമെന്ന NDA പ്രവർത്തകരുടെ ഉറച്ച തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുരടിപ്പും നോർത്ത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇടത് വലത് MLAമാരുടെ അവഗണനയും അനാസ്ഥയും വസ്തുതകളുടെ പിൻബലത്തിൽ നവ്യ ഹരിദാസ് വോട്ടർമാരുടെ മുൻപിൽ വിവരിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ യുവ വോട്ടർമാരുടെ ഇടയിൽ നവ്യ ഹരിദാസിന് വലിയ പിന്തുണയാണുള്ളത്. കോർപ്പറേഷൻ വാർഡുകളിലെ കാരപ്പറമ്പ് വികസന മാതൃക ഇവരുടെ മുൻപിലുണ്ട്. ഹൈദരാബാദ് HSBCയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന നവ്യ ഹരിദാസ് കോർപ്പറേഷൻ കൗൺസിലർ ആയതിനു ശേഷം സ്വീകരിച്ച വികസന സമീപനവും പുതുതലമുറയെ ഏറെ ആകർഷിച്ചിരുന്നു. ഭരണരംഗത്തെ പഴഞ്ചൻ സമീപനങ്ങൾക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് അഴിമതി നിറഞ്ഞ ഇടതു ഭരണത്തിനെതിരെ കൗൺസിലിലും പുറത്തും നവ്യ ഹരിദാസ് പ്രക്ഷോഭ കൊടുങ്കാറ്റ് ഉയർത്തി. കോർപ്പറേഷൻ ഭരണത്തിലെ കെട്ടിട നമ്പർ തട്ടിപ്പ്, പിൻവാതിൽ നിയമനം, അനധികൃത കെട്ടിടങ്ങൾക്കുള്ള അനുമതി തുടങ്ങി നിരവധി അഴിമതികൾക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് നവ്യയായിരുന്നു. 2021 കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ത്രികോണ മത്സരത്തിൽ 20.84% വോട്ട് നേടാനായത് ഇരുത്തം വന്ന ജനകീയ നേതാവിനുള്ള വർദ്ധിച്ച ജനപിന്തുണയുടെ തെളിവായിരുന്നു. ഇൻഡോർ, ഭുവനേശ്വർ, അഹമ്മദാബാദ്, സൂറത്ത് എന്നീ വികസിത നഗരങ്ങളുടെ വികസനാനുഭവങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി കോഴിക്കോടിന്റെ വികസന മാതൃകയ്ക്ക് അത് ഉപയോഗപ്പെടുത്തണമെന്നും നവ്യ ഹരിദാസ് ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടതാണ്. നോർത്ത് മണ്ഡലത്തിന്റെ ആദ്യാവസാനമുള്ള കനോലി കനാലിന്റെ ശോചനീയ അവസ്ഥ മാറ്റി കനാൽ സിറ്റി എന്ന നവീന പദ്ധതി നടപ്പാക്കണമെന്ന നവ്യയുടെ ആവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആഗോള നിലവാരത്തിലുള്ള സൈബർ സിറ്റിയായി കോഴിക്കോടിനെ മാറ്റാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് നവ്യ പറയുന്നുണ്ട്. കഴിവുള്ള പ്രതിഭകളായ യുവാക്കൾ നഗരം വിടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. മത്സ്യബന്ധന മേഖല, വ്യാപാര വാണിജ്യ മേഖല എന്നിവയിൽ കോഴിക്കോടിന്റെ പ്രൗഢി തിരിച്ചുപിടിക്കാൻ നവീന പദ്ധതികൾ ആവിഷ്കരിക്കണം. നവ്യ മുന്നോട്ട് വെക്കുന്നത് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതികളാണ്. യുവാക്കളുടെയും സ്ത്രീകളുടെയും ഇടയിൽ നവ്യ ഹരിദാസ് ഏറെ പിന്തുണ നേടിക്കഴിഞ്ഞു. പരീക്ഷിച്ച് പരാജയപ്പെട്ട പഴഞ്ചൻ നേതൃത്വങ്ങൾക്ക് പകരം പുതിയ നേതൃത്വം ഉയർന്നു വരണമെന്ന ആവശ്യത്തിന് കോഴിക്കോട് നോർത്ത് മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള നിഷ്പക്ഷമായ വിലയിരുത്തൽ. CPMലെ 78-കാരനായ തോട്ടത്തിൽ രവീന്ദ്രനും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്തുമാണ് നവ്യയുടെ എതിർ സ്ഥാനാർത്ഥികൾ.